ഇപ്പോൾ RS ശശികുമാർ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ പ്രതിനിധി ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ്. ശ്രീ ശശികുമാർ, ഈ ഘട്ടത്തിൽ ഈ SFI നൽകിയ വ്യാജ ജാതി അധിക്ഷേപ പരാതി അതിപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് SC/ST കമ്മീഷനുകൾ. എങ്ങനെയാണ് ഈ വാർത്തയോട് പ്രതികരിക്കുന്നത്? ജാതി അധിക്ഷേപം നടത്തുക, സ്ത്രീവിരുദ്ധ പരാമർശം നടത്തുകയായിട്ട് കേസെടുക്കുക, ഇത് CPM-ന്റെ ഒരു സ്ഥിരം ശൈലിയാണ്. ഇപ്പോൾ രാഷ്ട്രീയമായിട്ടല്ല ഇവർ അവരുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്നവരെ പെരുമാറുന്നത്. അതിന്റെ അവസാനത്തെ ഉദാഹരണമായിരുന്നു കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് ജാതി അധിക്ഷേപം. അവർ ആ രീതിയിലൊന്നും സംസാരിച്ചിട്ടില്ല. ആ പ്രസ് കോൺഫറൻസ് ഞാൻ വിവാദം വന്നതിന് ശേഷം പ്രത്യേകിച്ച് കൂടുതൽ ശ്രദ്ധിച്ചതാ. അവരുള്ള ഫാക്ടുകൾ പറയുന്നു. യഥാർത്ഥത്തിൽ അടുത്ത കാലത്ത് ആ സംസ്കൃത PhD നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ്. സംസ്കൃതത്തിൽ അക്ഷരം പോലും അറിയാത്ത, സംസ്കൃതം എന്തെന്നറിയാത്ത ഒരാളിന് PhD കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ ആ PhD കൊടുക്കുന്നത് തെറ്റാണെന്ന് പറയേണ്ട ഉത്തരവാദിത്വം ഒരു സിൻഡിക്കേറ്റിന്റെ സമിതിയിൽ ഇരിക്കുന്ന സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കില്ലേ? അതിന് പകരം അത് SFI-കാരനാണ്, അതുകൊണ്ട് അവർക്ക് എന്ത് ആനുകൂല്യങ്ങളും കൊടുക്കുന്നത് തെറ്റില്ല എന്നുള്ള ഒരു തീരുമാനത്തിനോടൊപ്പം യോജിച്ച് നിൽക്കാൻ കഴിയുമോ? അവർ അക്കാഡമിക്കായിട്ടാണ് അഭിപ്രായം പറഞ്ഞത്. ആ ഡോക്ടർ വിജയകുമാരിയാണ് ഇയാൾക്ക് സംസ്കൃതം അറിയില്ല, അങ്ങനെ PhD കൊടുക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞു. അത് പറയാനുള്ള അവകാശവും അധികാരവും ഒരു അധ്യാപികയ്ക്കില്ലേ? നമ്മുടെ സർവകലാശാലയില് നമ്മൾ ഒരിക്കലും ഈ പട്ടികജാതി പീഡനം നടത്താൻ പാടില്ല, അങ്ങനെ ഒന്നും ആരും തന്നെ ഇവിടെ ചെയ്യാറില്ല. പക്ഷേ നമ്മുടെ പരീക്ഷ പാസ്സാകുന്നത്, ഉദ്യോഗത്തിൽ പട്ടികജാതി സംവരണം ഉണ്ടെന്നല്ലാതെ പരീക്ഷ പാസ്സാകുന്നത് മെറിറ്റിന്റെ കാര്യത്തിൽ എന്ത് സംവരണമാണുള്ളത്? ആർക്കും ഇല്ല. അപ്പോൾ അവിടെ സത്യസന്ധമായിട്ട് നാളെ കുട്ടികളെ പഠിപ്പിക്കേണ്ട ഒരു തലമുറയെ വാർത്തെടുക്കേണ്ട ആൾക്കാരാണ് ഇവിടുന്ന് PhD പോകുന്നത്. ആ അഭിപ്രായം ഇതാണ് യഥാർത്ഥ അഭിപ്രായം. ഈ സിൻഡിക്കേറ്റ് പറഞ്ഞപ്പോൾ അവരെ ജാതി അധിക്ഷേപത്തിൽ കുടുക്കി കേസെടുക്കാൻ തീരുമാനിച്ചത് ഇതൊരു പുതിയ അനുഭവമല്ല, CPM-ന്റെ സ്ഥിരം അനുഭവമാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ എടുത്തേക്കുന്ന ഈ കമ്മീഷൻ എടുത്തേക്കുന്ന തീരുമാനം സ്വാഗതാർഹമാണ്. ഇനിയെങ്കിലും അവർ ശരിയും തെറ്റും തിരിച്ചറിയാൻ തയ്യാറാകണം. ഓക്കെ, വളരെ നന്ദി ശ്രീ RS ശശികുമാർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.